ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ നോമ്പൊക്കെ തുടങ്ങി. ഫസ്റ്റ് നോമ്പൊന്നും ഒരു കുഴപ്പമുണ്ടായി, അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി പറയുകയാണ്. അപ്പോൾ ഞാൻ പാർട്ട് 4 ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എഡിറ്റ് ചെയ്യാനും ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ മാസം കണ്ടപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ ഇനി ഒഴിവുപോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇടുക കേട്ടോ. ഇതാണ് എൻ്റെ പാർട്ട് 4 നനച്ചുപൊളി. കാരണം വീട്ടിൻ്റെ ഉള്ളിലത്തൊക്കെ കഴിഞ്ഞ് അടുക്കള എല്ലായിടത്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അലക്കലൊരു നനച്ചുള്ളി പണി തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ എല്ലാതും നിസ്കാരപ്പായങ്ങളും നമ്മൾ അലക്കലുണ്ട്, എന്നാലും വേണ്ടില്ല, എന്ന് നോമ്പല്ല. അപ്പോൾ മൊത്തം അലക്കി വിടുന്ന പുതപ്പുകളും ഒക്കെ തിരുമ്പണ്ടേ. അപ്പോൾ അങ്ങനെ സുബിക്ക് ഞാൻ സോപ്പിട്ട് വെച്ച്, എന്നിട്ട് ഒരു ട്രിപ്പ് തിരുമ്പൽ കഴിഞ്ഞിട്ടത് രണ്ടാമത്തേണ്. ഇത് മുകളിലത്തെ നിസ്കാരക്കുപ്പായവും മുസല്ലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തിരുമ്പിടാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. എൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊന്നും അല്ല കേട്ടോ, സാധാരണ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഞാൻ പിന്നെന്താ പറയുക, ഓട്ടോമാറ്റിക് മേടിക്കണം എന്തായാലും. ഇപ്പോൾ ഉള്ളത് ഇതാണ്. അപ്പോൾ നമ്മളുള്ളതിൽ ചെയ്യാമെന്ന് മാത്രം. ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്താ വെച്ചാൽ, പക്ഷേ ഞാൻ ആദ്യം വൈറ്റൊക്കെ ഇടും, എന്നിട്ട് പിന്നെ കളറൊക്കെ ഇടും. അങ്ങനെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒക്കെ കൂടി ഇട്ട് വെക്കണ്ടേ, അതേ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ ട്രിപ്പ് കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് വെയിലത്തിട്ടിരുന്നു. ഇപ്പോൾ വെയിലുള്ള കാരണം തിരുമ്പാൻ നല്ല സുഖമാണ്, വേഗം വേഗം ഉണക്കിയെടുക്കുക. നല്ല വെയിലല്ലേ, അപ്പോൾ ഒരു ട്രിപ്പ് ഉണങ്ങി. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കട്ടിച്ചിട്ട് ഇറങ്ങിയതാണ് എന്തായാലും. പിന്നെ ഇപ്പോൾ വെയിലത്തിട്ട് വെക്കണത് നന്നല്ല, തുണികൾ നരച്ച് പോകില്ലേ. അപ്പോൾ തന്നെ എടുത്ത് കൊണ്ടുവെക്കുക നല്ലത്. അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ ഈ എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയിട്ട് 3 മണി വരെ 2-3 മണി വരെ തിരുമ്പൽ തന്നെയായിരുന്നു പണി. കാരണം വെയിലുള്ള കാരണം പിന്നെ വേഗത്തിൽ തിരുമ്പിയെടുക്കാൻ നല്ല സുഖമാണ്. ഞാൻ വാഷിംഗ് മെഷീൻ പുറത്താട്ടിക്കണതേ, അപ്പോൾ സുഖമാണ്. തിരുമ്പി അതിലിട്ടും ചെയ്യുക, വേഗം ഉണക്കണത് ഡ്രയർ കിടന്നിരിക്കുക. അപ്പോൾ വെയിലത്തിട്ട് തന്നെ ഉണക്കണം, മറ്റേതിൽ പറ്റില്ല. അതിലിട്ടാലും നമ്മൾ വെയിലത്തിടണ്ടേ. അങ്ങനെ എല്ലാ ബെഡ്ഷീറ്റുകളും ഒക്കെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയുമോ, വലിയ വലിയ സാരി ബെഡ്ഷീറ്റൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ മടക്കി വെച്ചിട്ടാണ് കൊണ്ടാക്കുള്ളൂ. ഇതെന്താണെന്നറിയുമോ, കംഫർട്ടാണ്. കുട്ടികൾ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നത്, അത് നല്ല വെയിറ്റാണ്. പിന്നെ വൈറ്റ് കളറാണ്. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് ക്ലോറക്സും സോപ്പും പൊടിയൊക്കെ ഇട്ടിച്ചിട്ട് അതും ബേസിലിട്ട് അത് തിരുമ്പിയിട്ട് അത് അതിൻ്റെ മുകളിൽ വെള്ളം പോട്ട് വെച്ചിട്ടാണ് കയറ്റിച്ചത്, കല്ലുമ്മലിട്ടാണ്. ഞാൻ അത് വെയിലത്തിടണം. അങ്ങനെ പിന്നെ കർട്ടൻ 5-8 കർട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർട്ടൻ ഇങ്ങനെ ഇടാറ് കേട്ടോ. ഒരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട്, അതിൽ നമ്മൾ സാധാരണ കർട്ടൻ ഇടുന്ന പോലെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിഭാഗം മാത്രം നല്ല, മറ്റേത് അതിൻ്റെ റിങ്ങൊക്കെ പോകില്ലേ. പിന്നെ എനിക്ക് 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒന്ന് പഴയതാണ്, പിന്നെ മുമ്പ് മേടിച്ച പഴയത്. അത് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ചവിട്ടി പിന്നെ കൈക്കിൽ തുണികളൊക്കെ ഇട്ടിട്ട് തിരുമ്പാൻ നല്ല മാതിരിയാണ്. അപ്പോൾ അത് കളയരുത്. നമ്മൾ വീട്ടിൽ പുതിയ മെഷീൻ മേടിക്കും, പഴയത് കൊടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ പിന്നെ ചവിട്ടികളൊക്കെ തിരുമ്പാനേ, മറ്റേ കല്ല് തിരുമ്പാൻ നിൽക്കണ്ട. പിന്നെ പുതിയതിൽ ഇടുമ്പോൾ നമ്മൾ തുണികളിട്ട് വെക്കണതിലിടുമ്പോൾ അതിലൊക്കെ നമുക്കൊരു ഇടങ്ങറയിരിക്കാൻ ഇടാൻ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ എൻ്റെ കർട്ടനുകളൊക്കെ കണ്ടു. ഒരു ഭാഗത്തുനിന്ന് കർട്ടൻ ഉണങ്ങി കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ കർട്ടൻ തിരുമ്പ് കേട്ടോ. 5-8 കർട്ടൻ ഉണ്ടായിരുന്നു തിരുമ്പാൻ. അതൊക്കെ ഓരോന്നും ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് കർട്ടൻ തിരുമ്പിയത്. കാരണം ഒരു ട്രിപ്പിന് 4 കർട്ടനൊക്കെ തിരുമ്പാൻ പറ്റുള്ളൂ. അങ്ങനെ ട്രിപ്പിലാക്കിയിട്ട് ഒലുമ്പി അതൊക്കെ കർട്ടനുകളൊക്കെ തിരുമ്പിയിടുകയാണ്. പിന്നെ ഒക്കെ തിരുമ്പൽ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുക്കളയിൽ പണിയുണ്ട്, അതും വേണ്ട. ചോറും കൂട്ടാനും വെക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതിന് നിന്ന് അരി അടുപ്പത്തിട്ടിരുന്നു. പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്ത് കാട്ടി, കറി വെക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്ത്, അടുക്കള കയറും വേണം. അപ്പോൾ പിന്നെ ഉള്ളത് പിന്നെ വെയിലത്തിട്ടിട്ട് അടുക്കള കയറാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച്, പിന്നെ അരി അടുപ്പത്തിട്ടിട്ട് ചോറൊക്കെ വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി കറി വെക്കുക വേണ്ടുള്ളൂ, കറി ഉപ്പേരിയൊക്കെ. പിന്നെ അടുക്കള കയറിയപ്പോൾ എന്താ കറി വെക്കാൻ വേഗം എളുപ്പത്തിൽ മുളക് വറുത്ത പുളി വെച്ച്, പിന്നെ പയറുപ്പേരി വെച്ച്, പിന്നെ പച്ചമാന്തൾ നേരാക്കി അതും പൊരിച്ചു കിട്ടും. അങ്ങനെ ഉച്ചക്കലത്തെ ചോറൊക്കെ ആയി.
കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേന് വന്നപ്പോഴത്തേന് കർട്ടനുകളൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്നു. അപ്പോൾ വേഗം അത് മടക്കി വെക്കും. എനിക്കങ്ങനെ എന്ത് തുണികൾ കിട്ടാലും വലുതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തന്നെ മടക്കിയിട്ട് ഉണ്ടാക്കും. എന്നാൽ പിന്നെ അലമാരക്ക് ഇട്ടേക്കാൻ എളുപ്പമല്ലേ. മറ്റേത് വീട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ പാടെ വാരി കൂട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ പാടെ ചുണ്ട് മടങ്ങി കിടക്കുകയുള്ളൂ. ഇതാകുമ്പോൾ വൃത്തി പോലെ സാരി ആണെങ്കിലും ഒക്കെ ഞാൻ മടക്കിയിട്ട് കൊണ്ടുവയ്ക്കുക ചെയ്യുക. എല്ലാതും മടക്കിയിട്ട് കൊണ്ടുവയ്ക്കും. ഇനി കർട്ടനുകളൊക്കെ അയൺ ചെയ്യാൻ കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിടും വേണ്ടേ. പിന്നെ തുണികളൊക്കെ മടക്കി അലമാരയിൽ വെക്കണം. അതൊക്കെ ഒരു പണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും എല്ലാം നോമ്പെടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ പടച്ചവന് ദുആ ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.